3, 7, 11 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയിലെ എത്ര പദങ്ങൾ കൂട്ടിയാൽ 253 കിട്ടും? ഓപ്ഷൻസ് 10, 11, 9, 8. 3, 7, 11 എക്സെട്ര ഇത് സമാന്തര ശ്രേണിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര പദങ്ങൾ, അതാണ് നമ്മൾ കാണേണ്ട, പദങ്ങളുടെ എണ്ണം കാണണം. കൂട്ടിയാൽ 253 കിട്ടും. കൂട്ടിയാൽ 253 കിട്ടും എന്ന് പറഞ്ഞാൽ അത് തുകയാണ്. അപ്പോൾ നമുക്ക് തുക കാണുന്നതിനുള്ള സൂത്രവാക്യം എഴുതാം. സമാന്തര ശ്രേണിയിലെ തുക കാണുന്നതിനുള്ള സൂത്രവാക്യം തുക എസ് സം എന്നുള്ളതിൻ്റെ ചുരുക്കം എഴുത്താണ് എസ്. തുക എസ് സമം n/2 × 2a + n-1 × d. ഇതാണ് തുക കാണുന്നതിനുള്ള സൂത്രവാക്യം. സമാന്തര ശ്രേണിയിലെ തുക കാണുന്നതിനുള്ള സൂത്രവാക്യം. ഇതിലത്തെ അക്ഷരങ്ങൾ എസ് എന്ന് പറഞ്ഞാൽ തുകയാണ്, സം എന്നുള്ളതിൻ്റെ ചുരുക്കം. n എന്ന് പറയുന്നത് പദങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് ടേംസ്. a എന്നത് ആദ്യ പദം, ഡി എന്നത് പൊതുവ്യത്യാസം. പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം കാണാൻ നമ്മൾ രണ്ടാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം കുറയ്ക്കാം, അല്ലെങ്കിൽ മൂന്നാമത്തെ പദത്തിൽ നിന്ന് രണ്ടാമത്തെ പദം കുറയ്ക്കാം. അപ്പോൾ ഇവിടെ ഡി കാണാൻ, പൊതുവ്യത്യാസം കാണാൻ രണ്ടാമത്തേന്ന് ഒന്നാമത്തെ കുറയ്ക്കുക. 7 നിന്ന് 3 കുറച്ചാൽ 4 പൊതുവ്യത്യാസം. ഇനി നമുക്ക് എത്ര പദങ്ങൾ കൂട്ടിയാൽ, അതായത് പദങ്ങളുടെ എണ്ണം കാണണം, n ആണ് കാണേണ്ടത്. അപ്പോൾ ഈ സൂത്രവാക്യത്തിൽ വില കൊടുക്കാം. തുക നമുക്ക് തന്നിട്ടുണ്ട് 253 സമം n അറിയില്ല പദങ്ങളുടെ എണ്ണം, n/2 × 2a. 2 × a ആദ്യ പദം 3, 2 × 3 പ്ലസ് ബ്രാക്കറ്റിൽ n-1 × d. പൊതുവ്യത്യാസം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, പൊതുവ്യത്യാസം 4 അപ്പോൾ ഡിക്ക് പകരം 4 എന്ന് എഴുതി. 253 സമം n/2 × 2 × 3 6 പ്ലസ് ഇത് ബ്രാക്കറ്റിലാണ്, ഇത് ബ്രാക്കറ്റിന് പുറത്താണ്. അതുകൊണ്ട് ഈ 4 കൊണ്ട് 2നെ ഗുണിക്കണം. 4 × n, ഇത് രണ്ടും പോസിറ്റീവാണ്, 4ഉം n-ഉം, അതുകൊണ്ട് പോസിറ്റീവ് 4n. ഇനി 4 കൊണ്ട് 1നെ ഗുണിക്കുമ്പോൾ 4 പോസിറ്റീവും 1 നെഗറ്റീവാണ്. അപ്പോൾ പോസിറ്റീവ് × നെഗറ്റീവ് നെഗറ്റീവ്, അപ്പോൾ 4 × 1 -4. 253 സമം n/2 × നമുക്ക് ഈ 6ഉം 4ഉം കൂടി ചെയ്യാം. ഇത് n ഉള്ളതാണ്, അതുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല. 6ഉം 4ഉം കൂടി കുറച്ച് കഴിഞ്ഞാൽ 2 എന്ന് വരും, പിന്നെ ബാക്കി പ്ലസ് 4n. 253 സമം ഇത് 2 + 4n ബ്രാക്കറ്റിലാണ്, ബ്രാക്കറ്റിൻ്റെ പുറത്ത് n/2 ആണ്, അതുകൊണ്ട് n/2 കൊണ്ട് 2നെ ഗുണിക്കണം. n/2 × 2 പ്ലസ് n/2 × 4n. 253 സമം ഇവിടെ നമുക്ക് 2 വെട്ടിപ്പോയ n എന്ന് വരും, പ്ലസ് ഇവിടെ നമുക്ക് ഈ 2ഉം 4ഉം വെട്ടിച്ചെടുക്കുമ്പോൾ 2 എന്ന് വരും. 2 × n × n 2n². ഇതവിടെ ഇരിക്കട്ടെ. നമുക്ക് n-ന് നമുക്ക് തന്ന ഓപ്ഷൻസിലത്തെ ഓരോ വില കൊടുത്ത് നോക്കുക. ആദ്യം n-ന് 10 എന്ന് വില എടുക്കുക, എന്നിട്ട് ഇതിൽ വില കൊടുക്കുക. n + 2n² എന്നുള്ളത് n 10 എന്ന് വില കൊടുക്കുക. അപ്പോൾ n + 2n², 10 + 2 × 10², 10 + 2 × 10². 10 + 10² 100 × 2 200, 10ഉം 200 കൂടി കൂട്ടിയാൽ 210. നമുക്ക് 253 കിട്ടേണ്ടത്. അപ്പോൾ ഇതല്ല ഉത്തരം. n 10 എടുക്കുമ്പോൾ കിട്ടുന്നില്ല, അതല്ല ഉത്തരം. അടുത്ത ഓപ്ഷൻ എടുക്കുക, 11. n സമം 11 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് n + 2n² വില കൊടുക്കുമ്പോൾ 11 + 2 × 11². 11 + 2, ഈ 11² 121ആണ്. 121 × 2 242 പ്ലസ് 11 253. അടുത്ത ഓപ്ഷൻ എടുക്കുക, 9. അപ്പോൾ 253 കിട്ടുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നുണ്ട്. 253 കിട്ടേണ്ടത്, കിട്ടി. അപ്പോൾ ഓപ്ഷൻ ഈ n സമം 11 നമ്മുടെ ഉത്തരം. നമുക്കിനി മറ്റേതും കൂടി പരിശോധിച്ച് നോക്കാം. ഉത്തരം കിട്ടി 11. ഇനി n സമം 9 എടുത്ത് നോക്കുക. n + 2n², 9 + 2 × 9², 9 + 9² 81 × 2 162, 9ഉം കൂട്ടിയാൽ 171, അതുമല്ല ഉത്തരം. അടുത്ത n സമം 8. n + 2n² വരെ കൊടുക്കുക. 8 + 2 × 8², 8 + 8² 64 × 2 128, 128ഉം 8ഉം കൂട്ടിയാൽ 136, അതുമല്ല ഉത്തരം. 171ഉം 136ഉം 210 ഒന്നും അല്ല ഉത്തരം, കാരണം 253 കിട്ടേണ്ടത്. അത് നമുക്ക് ഇവിടെയാണ് കിട്ടിയത്. അത് n സമം 11 എടുക്കുമ്പോൾ അപ്പോൾ നമ്മുടെ 11 ഇതിൻ്റെ ഉത്തരം.